ഈശോയിൽ സ്നേഹമുള്ളവരെ, എൽറോയി വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വചന വിചിന്തന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ്. യേശയ്യാ പ്രവാചകൻ പറയുന്നു, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിന്റെ ചിന്തകളല്ല എൻ്റെ ചിന്തകൾ. ആകാശം ഭൂമിയേക്കാൾ എത്ര ഉന്നതമാണോ അതുപോലെ എൻ്റെ ചിന്തയും എൻ്റെ വഴികളും ഉന്നതമത്രേ. ഈശോ ലോകത്തിലേക്ക് വന്നത് പിതാവായ ദൈവത്തിൻ്റെ ചിന്ത മനുഷ്യരെ അറിയിക്കുവാനാണ്. ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യകുലത്തിന് കാണിച്ചു കൊടുക്കാനാണ് ഈശോ ആഗ്രഹിച്ചത്. അതിനാൽ സ്നേഹമുള്ള നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ചിന്തയിൽ, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ ഈ വചനം യേശു തൻ്റെ പ്രബോധനത്തിലൂടെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതാണ്. ഈശോ മിശിഹ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്തതും ചെയ്യുവാൻ ആഗ്രഹിച്ചതും എല്ലാം ദൈവപിതാവിൻ്റെ ഇഷ്ടവും അവൻ്റെ വഴികളുമാണ്. ഈശോ നമ്മോട് പറയുന്നു, നിങ്ങൾ പുറമേ ഉള്ളവയെ നോക്കി വിധിക്കാതെ നീതിയോടെ വിധിക്കുവിൻ. ഇതുവഴി ഈശോ അർത്ഥമാക്കുന്നത് മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം മാറ്റണമെന്നാണ്. എൻ്റെ ചിന്താഗതി മാറ്റണം, എൻ്റെ വഴികൾ ഞാൻ നേരെയാക്കണം. എനിക്ക് എന്നോട് തന്നെയുള്ളതും മറ്റുള്ളവരോടുമായ മനോഭാവം മാറ്റിയെടുക്കുക. ദൈവനീതിക്ക് നിരക്കാത്ത യാതൊന്നും ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഇടയാക്കരുതെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനം വിശുദ്ധന്റെ പ്രാർത്ഥനാ സഹായം ദൈവത്തിന്റെ വഴികളിൽ ചരിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. ഓരോരുത്തർക്കും ഈശോയുടെ അനുഗ്രഹം സമൃദ്ധമായി ലഭിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.